ജോലിയോട് ജോലി കേട്ടോ. എന്താ ജോലിയെന്ന് വെച്ചാൽ പ്രത്യേകിച്ച് ജോലിയൊന്നുമില്ല. തൂപ്പും തുടുപ്പും ഇതൊക്കെ തന്നെയാണ് ജോലി. കുക്കിംഗ് എനിക്ക് ശരിക്കും പറഞ്ഞാൽ വളരെ കുറവാട്ടോ. ക്ലീനിങ് ആണ് എനിക്ക് ഏറ്റവും കൂടുതലുള്ളത്. പാത്രം കഴുകുക, വീട് വൃത്തിയാക്കുക. ഇപ്പോൾ നമുക്ക് റോബോട്ടുണ്ട് ഉണ്ടെങ്കിൽ തന്നെയും എനിക്കെപ്പോഴും ജോലിയാണ്. എന്താണ് ഇങ്ങനെയൊന്നും മനസ്സിലാകുന്നില്ല കേട്ടോ. അപ്പോൾ എന്തായാലും ഇന്ന് ലഞ്ചിന് എന്താണെന്ന് ചോദിച്ചാൽ ഞാൻ പറഞ്ഞില്ല, ഇന്ന് കുക്കിംഗ് ഒന്നും ഉണ്ടായിരുന്നില്ല. ഇന്ന് വൈകിട്ട് നമുക്കൊരു കല്യാണം ഉണ്ട് കേട്ടോ. അപ്പോൾ കല്യാണത്തിന് വൈകിട്ട് പോകുമ്പോൾ എന്തായാലും അവിടെ നിന്ന് ഭക്ഷണം കഴിക്കുക. അപ്പോൾ ഉച്ചയ്ക്ക് മീനും സാധനങ്ങളൊക്കെ വാങ്ങിയാൽ പിന്നെ അത് വൈകുന്നേരത്തേക്ക് എടുക്കത്തില്ല. നാളെ പിന്നെ അത് വേസ്റ്റ്. അതുകൊണ്ട് ഞാൻ എന്നോട് പറഞ്ഞു നമുക്ക് ഉച്ചയ്ക്ക് മുട്ടയൊക്കെ വെച്ച് അഡ്ജസ്റ്റ് ചെയ്യാമെന്ന് പറഞ്ഞു. അങ്ങനെ മുട്ട ഓംലേറ്റും തൈരും ഉണക്കമീൻ ചമ്മന്തിയുമാണ് ഇന്നത്തെ ചോറിനോടുള്ള കറികളെന്ന് പറയുന്നത് കേട്ടോ. വേണമെങ്കിൽ അച്ചാറും കാര്യങ്ങളൊക്കെ ഉണ്ട്, പക്ഷേ ഇവിടെ അച്ചാറൊന്നും ആർക്കും വേണ്ട കേട്ടോ. എന്തായാലും മോരെല്ലാം കലക്കി വെച്ചിട്ടുണ്ട്. ഉണക്കമീൻ ചമ്മന്തിയും പൊടിച്ചു വെച്ചിട്ടുണ്ട്. ഓംലെറ്റ് ചൂടോടെ ചോറ് കഴിക്കാൻ സമയം പൊരിക്കുന്നതല്ലേ നല്ലത്. അങ്ങനെ ചോറ് കഴിക്കാൻ സമയമായപ്പോൾ 2 ഓംലെറ്റ് ഏട്ടനും ഡബിൾ ഓംലെറ്റ് ആണ് ഉണ്ടാക്കുന്നത്. ഒരെണ്ണം ഏട്ടനും ഒരെണ്ണം എനിക്കും ഉണ്ടാക്കുകയാണ് കേട്ടോ. എനിക്ക് ഓംലെറ്റിനെക്കാട്ടി കൂടുതൽ ഇഷ്ടം മുട്ട പുഴുങ്ങിയതാണ് കേട്ടോ. നിങ്ങൾക്ക് ഏതാ ഇഷ്ടം എന്നുള്ളതൊന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ. അങ്ങനെ മുട്ട ഓംലെറ്റും അടുപ്പത്തിട്ടിട്ട് വേറെ കുറച്ച് കാര്യങ്ങളുമായിട്ട് പോയി മുട്ട കരിഞ്ഞു കേട്ടോ. കരിഞ്ഞതിൻ്റെ ഒരു ചെറിയ ടേസ്റ്റ് ഉണ്ടായിരുന്നു, എങ്കിലും കുഴപ്പമില്ല. ഇനിയിപ്പോൾ അതല്ലേ കഴിക്കാൻ പറ്റത്തുള്ളൂ. ചോറ് വിളമ്പാൻ പോയതാട്ടോ, അതിനിടയ്ക്കാണ് മുട്ട കരിഞ്ഞു പോയത്. അപ്പോൾ ചോറെല്ലാം എടുത്ത് വെച്ചിട്ടുണ്ട്. എന്തൊക്കെയാണ് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നത്? ചോറ്, ഉണക്കമീൻ ചമ്മന്തി, പിന്നെ മോര് കലക്കിയതും. ആഹാ, ചോറും മീൻകറിയൊക്കെ എന്താ ടേസ്റ്റ് എന്നറിയോ? ഇങ്ങനെ ഒരു ഊണ് നമുക്ക് ഉച്ചയ്ക്കുണ്ടെങ്കിൽ വല്ലപ്പോഴൊക്കെ ഇങ്ങനെയൊക്കെ കഴിക്കാം. എന്നും വിഭവസമർത്ഥമായിട്ട് കഴിക്കുന്നതിനെക്കാട്ടി രുചിയാണിത്. വേറെ ഒന്നും വേണ്ട കേട്ടോ. ഉണക്കമീൻ ചമ്മന്തിയും ചോറും മാത്രം മതി വിരവി കൂട്ടി കഴിക്കാനായിട്ട്. ആഹാ, അന്തസ്. പിന്നെ ഒരു അച്ചാറൂടെ വേണമെങ്കിൽ ആവാം കേട്ടോ. ഞാൻ പറഞ്ഞില്ലേ, ഇവിടെ അച്ചാറൊന്നും ആർക്കും വലിയ താല്പര്യം ഇല്ലാത്തതുകൊണ്ട് പിന്നെ അച്ചാറൊന്നും ഇട്ടില്ല. ഊണ് കഴിഞ്ഞാൽ പിന്നെ എന്താ, ഒരു 4 മണിയൊക്കെ ആകുമ്പോൾ ചായ കുടി. അത് നമ്മൾ മലയാളികൾക്ക് നിർബന്ധമുള്ള കാര്യമാണ് അല്ലേ? എന്നാലേ എനിക്കത്ര നിർബന്ധമുള്ള കാര്യമില്ല കേട്ടോ. വൈകുന്നേരം ആയാലും ചായ കുടിച്ചാലേ പറ്റത്തുള്ളൂ എന്നുള്ളത്. പക്ഷേ വീടിന് പുറത്തിറങ്ങിയാലും എനിക്ക് ചായ നിർബന്ധമാണ്. ഞാനുണ്ടാക്കുന്ന ചായ എനിക്ക് ഇഷ്ടമല്ല എന്നുള്ളതാണ് അതിൻ്റെ സത്യം കേട്ടോ. പിന്നെ വല്ലപ്പോഴും ഏലക്കയോ ഇഞ്ചിയോ ഒക്കെ ഇട്ട് ചായ ഇടാറുണ്ട്. അങ്ങനെയൊക്കെ ഇടുന്ന ദിവസങ്ങളിൽ ഞാനും ഒരു ഗ്ലാസ് കുടിക്കാറുണ്ട് കേട്ടോ. അല്ലാതെ ഈ പ്ലെയിൻ ചായ എനിക്കിഷ്ടമല്ല. ചിലപ്പോൾ ഈ എല്ലാം കൂടി മിക്സ് ആയിട്ടുള്ള തേയിലപ്പൊടി ആയിരിക്കും വാങ്ങിച്ചു വെച്ചിരിക്കുന്നത് കേട്ടോ. അങ്ങനെ അതിലിടുന്ന ചായപ്പൊടി എനിക്ക് ഇഷ്ടമാണ്. അത് ഞാൻ സാധനം വാങ്ങാൻ പോകുമ്പോഴേ അതൊക്കെ നടക്കത്തുള്ളൂ കേട്ടോ. ഏട്ടനാണ് പോകുന്നതെങ്കിൽ ഏതെങ്കിലുമൊക്കെ വാങ്ങിച്ചിട്ടായിരിക്കും വരുന്നത്. അതുകൊണ്ട് എപ്പോഴും അത് കിട്ടൽ നടക്കത്തില്ല. ഇത് നമ്മുടെ വസ്ത്രയുടെ ഒരു കോഡ് സെറ്റാണ് കേട്ടോ. ആവശ്യമുള്ളവർക്ക് ഞാൻ വാട്സപ്പ് നമ്പർ താഴെ മെൻഷൻ ചെയ്തേക്കാം, വിളിക്കാവുന്നതാണ്. ഏതൊക്കെയോ 1-2 സൈസസ് അവൈലബിൾ ആണ് കേട്ടോ. ഒരു കല്യാണത്തിന് പോകാൻ ഇറങ്ങി നിൽക്കുകയാണ്. അപ്പോൾ പോയിട്ട് നമുക്ക് നാളെ കാണാം.